വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. മിൽക്ക് കേക്ക് വാനില ആൻഡ് പിസ്തയിലാണ് കൂടുതലും എല്ലാവരും ഉണ്ടാക്കാറ്. ഞാനിന്ന് പിസ്ത ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. കാര്യം മിൽക്ക് കേക്ക് എപ്പോഴും എനിക്കിഷ്ടം പിസ്ത ഫ്ലേവറിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. മുട്ട നമ്മൾ പൊട്ടിച്ചിടുന്ന ബൗൾ എപ്പോഴും നീറ്റായിരിക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടും ശരിയാവില്ല. നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം എടുക്കുന്നത്. അത് കഴിഞ്ഞ് വേണ്ടത് വാനില എസൻസ് ആണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് മതി. 1 ടീസ്പൂൺ ആവരുത്, 1/2 ടേബിൾ സ്പൂണും ആവരുത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കേക്ക് 1/2 ടീസ്പൂണിന് പകരം 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് എൻ്റെ കേക്ക് കുളമായിട്ടുണ്ട്. ആ ടേസ്റ്റേ മാറിപ്പോവും. ഭയങ്കര കയ്പ്പ് ചുവയായിരിക്കും കേട്ടോ. അപ്പോൾ വെറുതെ സാധനങ്ങൾ കളയണ്ട. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ തന്നെ കേക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിലാവും. ബീറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളത് ഈ വിസ്ക് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആ വാനില എസൻസും മുട്ടയും അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഇതേപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അത്യാവശ്യം പതപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് 2 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റ് ആദ്യം കുറച്ച് മൈദ ഇട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം. ഞാൻ പതിയാണ് മിക്സ് ചെയ്യുന്നത്. സ്പീഡിൽ മിക്സ് ചെയ്താൽ കട്ട വരും. ഇതിപ്പോൾ വീഡിയോ ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നത് കാരണം നിങ്ങൾക്ക് സ്പീഡ് കാണുന്നതാണ് കാര്യം. അതിലേക്ക് ഭയങ്കര ലെങ്ത് വരും വീഡിയോക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണുന്ന 1 ടേബിൾ സ്പൂണിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. ഞാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ്. ഓയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പതിയെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് മിക്സിങ് വരും. ഓവർ മിക്സിങ് വന്നാലും കേക്ക് പെർഫെക്റ്റ് ആവില്ല. ഇതിപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പീഡിന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായി, പക്ഷെ അധികം ഞാൻ ചേർത്തില്ല. ഒരുപാട് വെള്ളം പോലെ ആയാലും കേക്ക് ശരിയാവില്ല. ഈ ഒരു പരുവത്തിൽ വേണം വരാൻ. ഇങ്ങനെ വന്നാൽ മതി. നമ്മൾ ഈ വിസ്ക് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഊർന്നിറങ്ങണം ഇതുപോലെ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിൽ നമ്മളത് കുറച്ച് പിസ്ത ഫ്ലേവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് പിസ്ത ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കുന്നു. പിന്നെ നമുക്കിത് ഈ 8 ഇഞ്ചിൻ്റെ സാധാ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡാണിത്. അത് ഓൾറെഡി ഞാൻ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ വെച്ച് ഓയിലിട്ട് ഗ്രീസ് ചെയ്ത് തുടക്കത്തിലേ നമ്മൾ മാറ്റി വയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് കേക്കിൻ്റെ പരിപാടിയിലേക്ക് വന്നത്. നമ്മളിടുന്ന ആ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ഒഴുകി ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം, നേരെ OTGയിലേക്ക് വെക്കുക. ഞാനിപ്പോൾ OTGയിലാണ് ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ OTG ഇല്ല, ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ ടെക്സ്ചർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ വലിയ ചെമ്പിലോ ചെരുവത്തിലൊക്കെ വെച്ച് ഇറക്കി വെച്ച് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാലും പെർഫെക്റ്റ് ആവും. നല്ല രീതിയിൽ കേക്ക് എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സാണ് ഞാൻ അത് കുക്ക് ചെയ്തെടുത്തത്. നമുക്ക് വേറെ കത്തിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് കിട്ടാൻ ചുമ്മാ ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. അത് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് കൈവച്ചെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോരും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. അത് നമുക്ക് കേക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് ഞാൻ കളയില്ല കേട്ടോ. ഞാനത് കുറച്ച് ക്രീം ബാക്കി വന്നത് മിക്സ് ചെയ്ത് ഞാൻ കഴിക്കുകയാണ് ചെയ്തത്. അത് കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാണാൻ കുറച്ചുകൂടി ലുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മളിത് ഒരു ഇതിന് വെക്കുന്ന പാത്രത്തിലേക്ക് വെക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി വേറെ പാത്രമൊന്നും വാങ്ങിയില്ല. കുറേ നാൾ മുന്നേ ഒരു ഷോപ്പിൽ നിന്ന് മിൽക്ക് കേക്ക് വാങ്ങിയ കേക്കിൻ്റെ ടിന്നാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പാത്രങ്ങളൊന്നും കളയാറില്ല, എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ആ ടിന്നിലാണ് ഞാൻ ഇന്നും മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിയുമ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ കഴുകും, ഉണക്കി എടുത്ത് വയ്ക്കും. അതാണ് പരിപാടി. അപ്പോൾ അതേ എല്ലാം ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് നമ്മൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അത് പൊട്ടുന്നില്ല, ഒടിയുന്നില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, നല്ല ഫ്ലഫി ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് കാണിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഓവർ കുക്കായിട്ടുണ്ടെങ്കിലും ഓവറായിട്ട് വന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പൊട്ടിപ്പോവും. അതിപ്പോൾ ഇതിൽ പൊട്ടിയിട്ടില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് വേണം. മിൽക്കിന് നമ്മളിതേ
പാലും കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ പിസ്ത എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ കേടാവാതിരിക്കും കേട്ടോ. പിന്നെ നല്ല കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് വെച്ച് തന്നെ കുത്തി കൊടുത്താൽ മതി, ഫോർക്കിൻ്റെയൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതേ അത് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. സത്യത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് വെക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി, അപ്പോൾ എടുത്ത് വെച്ചില്ല. അത് കാരണം കുറച്ച് കട്ട പോലെ ഉണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല, നമ്മൾ ക്രീം ഇടാനുള്ള മേളിൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കയ്യിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എല്ലായിടത്തേക്ക് ഇറങ്ങാൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കുത്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ക്രീം ഇടാണ്. ക്രീം ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഇരുന്നോട്ടെ എന്നോർത്ത് ആ നോസിൽ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. നോസിലില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സാധാ റൗണ്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വേറെ നോസിലിൽ വെക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. ചിലവർ ഇതിൻ്റെ മുകളിൽ മറ്റേ പെറ്റൽസൊക്കെ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ റോസിൻ്റെ ഒക്കെ പെറ്റൽസ് ഇടാറുണ്ട്. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല. ഞാൻ മുമ്പ് എപ്പോഴോ എന്തിനോ വേണ്ടി പൊടിച്ചു വെച്ച പിസ്ത ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെന്തായാലും നല്ലതാണ്. അത് കാരണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചോ തണുപ്പിച്ചോ കഴിച്ചോ. ഓക്കെ, ബായ്.